ലോകത്തെ മിക്ക വികസിത രാജ്യങ്ങൾക്ക് മുന്നിലാണ് ചൈന. ചൈനയുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ആദരപൂർവ്വം ദാസ് ദി എക്സ്പ്ലോറർ എന്ന ഈ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നതാണ്. എന്താണ് ചൈനയുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് നന്ദി അറിയിക്കാനുണ്ട്. കാരണം എന്റെ വീഡിയോയ്ക്ക് 87 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. അതുപോലെ തന്നെ വ്യൂസ് ഒക്കെ കൂടി വരുന്നുണ്ട്. അപ്പോ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായി വരുന്നത് ചൈനീസ് ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് ആയ നയങ്ങളാണ്. ഇപ്പൊ ചൈനയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. അപ്പോ അതുമാത്രമല്ല ഏകാധിപത്യ നയങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോ അവിടെ ഒരു ഗവൺമെന്റ് എന്ത് പറയുന്നോ അത് അവിടുത്തെ ജനങ്ങൾ അനുസരിക്കും. അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനെ തിരിച്ചു പറയാനുള്ള യാതൊരു അധികാരവുമില്ല. ഇപ്പൊ ചൈനയിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അവിടുത്തെ ഗവൺമെന്റ് അവിടെ എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോ നിങ്ങൾക്ക് തന്നെ പറയണം, അവിടെ ഡെവലപ്മെന്റ് ഉണ്ട്, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എങ്കിലും അവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല. അപ്പൊ ഈ സ്വാതന്ത്ര്യക്കുറവ് കാരണം അവിടുത്തെ ചില ജനങ്ങൾ പൊറുതിമുട്ടുകയും പല രാജ്യങ്ങൾക്കായി ജോലി തേടി പോകുന്നത് അവസ്ഥയുണ്ട്. അപ്പോ അത് മാത്രമല്ല ചൈനയിലും വേറൊരു പ്രത്യേക കാര്യം എന്തെന്നാൽ അവിടെ ഈ ജനങ്ങൾക്കൊക്കെ ഇപ്പോ ഡോക്ടേഴ്സ് അങ്ങനെ ഒരു സെറ്റ് പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് ഒരു കോളനി ആയിരിക്കും, മറ്റേ സെറ്റ് പ്രൊഫഷനിലുള്ള ആൾക്കാർ ജീവിക്കുന്നത് വേറെ കോളനി ആയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു നയം ഗവൺമെന്റ് കൊണ്ടുവരാൻ കാരണം എന്തെന്നാൽ ഇപ്പോ ഈ കൈക്കൂലി വാങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ കൈക്കൂലി വാങ്ങുന്ന സമ്പ്രദായം അവരുടെ രാജ്യത്തില് കുറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചൈനീസ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നയം ചൈനയിൽ കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ ഒരു ഫാക്ടറാണ്. ചൈന എങ്ങനെ ചൈനീസുകാർ അല്ലെങ്കിൽ ചൈനക്കാര് അല്ലെങ്കിൽ ചൈന എന്ന രാജ്യം എങ്ങനെ വികസിച്ചു എന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ട്രിക്റ്റായ ഗവൺമെന്റ് നയങ്ങളാണ്. അതുമാത്രമല്ല ചൈനീസ് ഗവൺമെന്റ് ദീർഘവീക്ഷണമായ ചില നയങ്ങൾ കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ ഭരിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി അല്ലെ. ഇപ്പോ നമ്മുടെ ചൈനയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷി ജിൻപിങ് ചൈന ഭരിക്കാൻ തുടങ്ങിയിട്ട് വളരെ കൊല്ലങ്ങളായി. അപ്പോ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലകളിലും ഒക്കെ വലിയ നിക്ഷേപങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ ചൈന എന്ന രാജ്യത്തെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഈ നടത്തിപ്പ്. അതുപോലെ തന്നെ അവരുടെ ഒരു നയം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ലോകത്തെ വൻശക്തിയാവണം എന്നാണ്. അപ്പൊ അതിനുവേണ്ടി അവരെന്തും ചെയ്യും. രണ്ടാമത്തെ കാരണം ചൈനയിലെ ഉൽപാദന കേന്ദ്രങ്ങളാണ്. ഇപ്പോ ചൈനയിലെ ഉൽപാദന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ നമ്മൾക്ക് കാണുന്നതാണ് മെയ്ഡ് ഇൻ ചൈന. അപ്പോ നമുക്ക് അതിൽ നിന്നൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ വീട്ടിലെ ഭൂരിഭാഗം സാധനങ്ങളും മെയ്ഡ് ഇൻ ചൈന ഐറ്റംസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഏതൊരു മാർക്കറ്റ് പോയാലും അവിടെ മെയ്ഡ് ഇൻ ചൈന ഐറ്റംസ് ഇല്ലാത്ത ഐറ്റംസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ ചൈനീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓരോ മാർക്കറ്റ് ഉണ്ടാവും. സിറ്റിയിലെ റോഡ് സൈഡുകളിൽ ചൈനീസ് മാർക്കറ്റ് ഉണ്ടാവും. അവിടെ ഇത്ര വിലയ്ക്ക് ഇന്ന ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ ചൈനീസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അത് വില കുറഞ്ഞിട്ട് നമുക്ക് ലഭ്യമാകുന്ന സാധനങ്ങളാണ്. അപ്പൊ ഈ വില കുറഞ്ഞ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് കസ്റ്റമേഴ്സ് ഇപ്പൊ നമ്മള് അവിടെ പോയ ചൈനീസ് ഐറ്റംസ് ആവും കൂടുതൽ കാണാം. ഓരോ കടകളിൽ പോയ ചൈനീസ് ഐറ്റംസ് കൂടുതൽ കാണാം, ഇന്ത്യൻ ഐറ്റംസ് കുറഞ്ഞു കാണും. കാരണം എന്താ? കാരണം ഇന്ത്യൻ ഐറ്റംസിന് വില കൂടുതലാണ്, വില കൂടിയ ഐറ്റംസ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ് ഇന്ത്യൻ ഐറ്റംസ്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങൾക്കും അത് അഫോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണം കൊണ്ട് നമ്മൾ ചൈനീസ് ഐറ്റംസ് വാങ്ങിക്കും. അപ്പോ ചൈനീസ് ഐറ്റംസ് വില കുറഞ്ഞ് നമ്മൾ വാങ്ങിക്കും. അത് അപ്പോ ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ചൈനയിലെ ഉൽപാദന രംഗം ഈ ചൈനയുടെ വികസനത്തിന് വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ഈ നമ്മൾ ഈ വില കുറഞ്ഞു വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് അവിടെ എന്ന് പറയുമ്പോൾ ഈ
ചൈനയിലൊരു നയമുണ്ട്. അതായത് 10 വയസ്സ് കഴിഞ്ഞാൽ സ്വയം പര്യാപ്തി ജനങ്ങൾ നേടി എന്നാണ്. അതായത് 10 വയസ്സ് കഴിഞ്ഞാൽ അവൻ ഒരു യുവാവായി എന്നതാണ്. ചൈനയിൽ ഒരു കുട്ടി 10 വയസ്സ് കഴിഞ്ഞാൽ അവൻ യുവാവായി. അപ്പൊ എന്താണ്, അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് സ്വയം പര്യാപ്തി എന്ന പേരില് ഈ കുട്ടികൾക്ക് ഓരോരോ, അവിടുത്തെ ഗവൺമെന്റ് അല്ല, അവിടുത്തെ സ്കൂളില് കുട്ടികൾക്ക് ഓരോരോ പ്രൊജക്ടുകൾ കൊടുക്കും. ഈ അതുണ്ടാക്കാന്ന് പറഞ്ഞിട്ട്, അപ്പോ എന്താ ഓരോന്നുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് കൊടുക്കും. എന്നിട്ട് ആ പ്രൊജക്ട് കൊടുത്തിട്ട് ഇവരോട് ഉണ്ടാക്കാൻ പറയും. ആ സാധനങ്ങൾ ഈ കുട്ടികൾ ഉണ്ടാക്കി അവിടെ സബ്മിറ്റ് ചെയ്ത് ഇത് അവിടുത്തെ മാർക്കറ്റിലേക്ക് കൊടുത്ത് അങ്ങനെ അത് വേൾഡ് മാർക്കറ്റിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. എന്നിട്ട് ഈ ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികൾക്ക് തുച്ഛമായ വരുമാനം കൊടുക്കുകയും പിന്നെ അവര് കുറച്ച് വലിയ തുകയ്ക്ക് അവരത് വിൽക്കുകയും ചെയ്യും, പുറത്തോട്ട് വിൽക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഈ മെയ്ഡ് ഇൻ ചൈന ഐറ്റംസ് ഉപയോഗിക്കുന്നത്. അതിപ്പോ ചൈന മാത്രമല്ല, വേറെ പല രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നയം നടക്കില്ല. കാരണം നമ്മുടെ ഇവിടെ ഡെമോക്രസിയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇൻ കേസ് എന്തെങ്കിലും ഒരു റൂള് കൊണ്ടുവരാണെങ്കിൽ തന്നെ, ഇപ്പോ ഇങ്ങനെ ഒരു അടിച്ചമർത്തുന്ന റൂൾ അല്ലെങ്കിൽ പോലും അത് ഒപ്പോസ് ചെയ്യാൻ നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടി ഉണ്ട്. അല്ലെങ്കിൽ നമുക്കും അത് ഒപ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അതിനുള്ള വോയിസ് നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ചൈന പോലുള്ള രാജ്യങ്ങൾ അറിയാലോ, അവിടെ ഇപ്പൊ നമ്മൾ ഒരു നയം കൊണ്ടുവന്നിട്ട് തിരിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അവിടെ കാണാനുള്ള, ഇപ്പോ ചൈനയിലൊരു ഗവൺമെന്റ് എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, പിറ്റേ ദിവസം ഗവൺമെന്റിന് എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ ആളെ പിന്നീട് കാണണമെന്നില്ല. നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി പറയാവുന്നതുള്ളത് ചൈനയുടെ സാങ്കേതിക മുന്നേറ്റത്തെ കുറിച്ചാണ്. സാങ്കേതിക മുന്നേറ്റം എന്ന് പറയുമ്പോൾ ചൈന സാങ്കേതികമായി വളരെ മുന്നേറിയിരിക്കുന്ന ഒരു രാജ്യമാണ്. 5G ടെക്നോളജിയിൽ ലോകത്തെ മുന്നിൽ നിൽക്കുന്നു. അതിവേഗ റെയിൽവേ, ആധുനിക ഫാക്ടറികൾ, അത്യാധുനിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഇവ ചൈനയെ ടെക്നോളജിപരമായി ഭീമനാക്കി. നാലാമതായി പറയാനുള്ളത് ചൈനയുടെ വ്യാപാര കരാറുകളും ആഗോള ബന്ധങ്ങളും ആണ്. ചൈന ആഗോള വ്യാപാരത്തിൽ മികച്ച പങ്കാളിയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലെയുള്ള മികച്ച പദ്ധതികൾ അവരെ ലോക വ്യാപാരത്തിൽ മികച്ച പങ്കാളിയാക്കി. പോർട്ടുകളും കപ്പൽ ഗതാഗത സംവിധാനങ്ങളും വളർത്തി. ലോകത്തെ പ്രധാന വിപണികളെ കൈവശമാക്കി. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതുള്ളത് ചൈന വിദ്യാഭ്യാസത്തിലും വികസനത്തിനും കാണിക്കുന്ന പ്രാധാന്യമാണ്. ഇപ്പൊ നിങ്ങൾ ചൈനയുടെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ അവരുടെ വിദ്യാഭ്യാസം വളരെ പ്രയാസമുള്ള ഇത്രയും കഠിനമായ ഒരു പരീക്ഷ നേരിട്ട് അവർക്ക് അപ്പോ നല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സാരം. മാത്രമല്ല ഇപ്പോ ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ചൈനീസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതോടെ സാങ്കേതികമായി ഇവരൊക്കെ വളർന്നു വരികയാണ്, സാങ്കേതികമായി മുന്നേറുകയാണ് ചൈന. ഇപ്പോ അത് മാത്രമല്ല, ഈ കുട്ടിക്കാലത്ത് തന്നെ ഇല്ലെങ്കിൽ ചൈനയിൽ കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇവർക്ക് പല പല ആക്ടിവിറ്റീസ് കൊടുക്കും. ഈ കുട്ടികൾക്കൊക്കെ സ്വയം, ഞാൻ പറഞ്ഞല്ലോ 10 വയസ്സ് മുതൽ ഈ കുട്ടികളൊക്കെ സ്വയം പര്യാപ്തി നേടി എന്നതാണ്. ഇപ്പോഴെന്താ, കുട്ടികൾ സ്വന്തമായി ഓരോ കാര്യങ്ങളും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിക്കുകയാണ്. അപ്പൊ എന്താണ്, അവിടുത്തെ കുട്ടികൾ ഇൻഡിവിജ്വലി ഡെവലപ്പ് ആവുകയാണുള്ളത്. ഓക്കെ, അത് മാത്രമല്ല മാർഷൽ ആർട്സ് പോലുള്ള കായിക അഭ്യാസങ്ങൾക്കൊക്കെ ഈ ചൈനയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രാധാന്യം നൽകുന്നതാണ്. ഇതില് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരണമെങ്കിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒളിമ്പിക്സിൽ ഇന്ത്യയും ചൈനയും നേടിയ മെഡൽസ് വെച്ച് കമ്പയർ ചെയ്താൽ മതി. അതായത് ചൈന എത്ര പ്രാവശ്യം ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്തു, എത്ര മെഡൽ നേടി. ഇന്ത്യ എത്ര പ്രാവശ്യം ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്തു, എത്ര മെഡൽ നേടി. ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ ചൈന എത്രത്തോളം കായിക വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ PT പീരീഡ് മാത്സ് എടുക്കണ പോലെയല്ല. അവിടെ
ഇങ്ങനെ ഒരു സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റംസ് അനുസരിച്ചിട്ട് ഇവർക്ക് മുന്നേറാൻ പറ്റുള്ളൂ. പോരാത്തതിന് ഗവൺമെന്റ് കടുത്ത ഏകാധിപത്യമാണ്. ഇവർക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയ പിന്നെ അത് മതിയായല്ലോ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം എന്താണ് നടക്കുന്നതെങ്കിൽ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇപ്പൊ മൈൻഡിലേക്ക് തന്നെ കയറ്റും, നമ്മള് ചൈനയിലെ പൗരന്മാരാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന അങ്ങനെ ഒരു രാജഭക്തി അല്ലെങ്കിൽ രാജസ്നേഹം ചൈനയിലെ യുവാക്കള് അല്ലെങ്കിൽ യുവതികളുടെ ഉള്ളിൽ ചൈനീസ് പൗരന്മാരുടെ ഇടയിൽ തന്നെ അവർ അങ്ങനെ അത് സൃഷ്ടിക്കും. ഈ അവരുടെ മനസ്സിൽ സൃഷ്ടിക്കും, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഇത് ചെയ്യണം. നമ്മള് ഇപ്പൊ അതായത് സെൽഫിഷ് ആയിട്ടല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. അതിന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. അത് കുട്ടിക്കാലം മുതലേ ഇവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താണ്, ഈ കുട്ടികൾ ഇതിങ്ങനെ കേട്ട് പഠിച്ച് ഇപ്പോ എന്തൊരു കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ തന്നെ ഒളിമ്പിക്സിലെ മെഡലോ അല്ലെങ്കിൽ സ്പോർട്സിൽ പോയിട്ട് അതിന്റെ മെഡലോ അല്ലെങ്കിൽ പഠിച്ച് ഗ്രാജുവേറ്റഡ് ആയി എന്തെങ്കിലും ഇപ്പോ ബിസിനസ് പരമായ കാര്യങ്ങളോ എന്തെന്നെയാണെങ്കിലും അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാവും കൂടുതലും ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഗായ്സ്, ഇന്ന് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വല്ല അറിവുകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ബൈ.